തൃശൂരിൽ പൂരം കൊട്ടിക്കയറുകയാണ്. തിരുവമ്പാടി വിഭാഗത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ മഠത്തിൽ വരവ് പുരോഗമിക്കുകയാണ്. പാറമേക്കാവിന്റെ പൂരം പുറപ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. 2:30-ഓടെ ഇലഞ്ഞിത്തറ മേളത്തിന് തുടക്കമാകും. അനുമോദ് പൂരനഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ആവേശം വാനോളം ഉയർത്തി മഠത്തിൽ വരവ്, പഞ്ചവാദ്യം ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. പൂരപ്രേമികളെല്ലാം ആ താളമേളത്തിൽ ലയിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇനി ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കാനിരിക്കുന്നു. പൂരനഗരിയിലെ കാഴ്ചകൾ, വിശേഷങ്ങൾ. ആര്യ, ഇനി വാദ്യഘോഷങ്ങളുടെ സമയമാണ്. ഇനി ഇതുവരെ ഉണ്ടായിരുന്നത് ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തും അതിന്റെ ആവേശവും ഒക്കെ ആയിരുന്നെങ്കിൽ ഇനി വാദ്യമേളങ്ങൾക്കുള്ള സമയമാണ്. ഇപ്പോ പാറമേക്കാവിന്റെ എഴുന്നള്ളത്ത് അത് ക്ഷേത്രത്തിന് മുൻപിൽ ചെറിയ കുടമാറ്റത്തോടെ അല്പസമയത്തിനകം സമാപിക്കും. തുടർന്ന് പാറമേക്കാവിലമ്മ വടക്കുംനാഥൻ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. അവിടെ വെച്ച് 2:30-ഓടെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം, 2 മണി എന്നാണ് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ അല്പസമയം വ്യത്യാസം വന്നേക്കാം, ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും. കിഴക്കൂട്ട അനിയന്മാരാണ് ഇത്തവണയും ഇലഞ്ഞിത്തറ മേളത്തിന്റെ പ്രമാണി. സാധാരണ മേളം തന്നെ, പാണ്ഡിമേളം തന്നെയാണെങ്കിലും വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിലെ ഇലഞ്ഞിമര ചുവട്ടിൽ വെച്ച് നടത്തുന്നത് കൊണ്ടാണ് ഇലഞ്ഞിത്തറ മേളം എന്ന് അത് അറിയപ്പെടുന്നത്. ഈ ഇലഞ്ഞിമര ചുവട്ടിൽ ഭഗവതിയുടെ സാന്നിധ്യമുണ്ട് എന്ന വിശ്വാസമാണ് ആ ഇലഞ്ഞിത്തറയുടെ ചുവട്ടിൽ, ഇലഞ്ഞിയുടെ ചുവട്ടിൽ വെച്ച് മേളം നടത്താനുള്ള ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത്. ഇന്ന് ഈ വടക്കുംനാഥ മതിൽക്കെട്ടിനകത്തായതുകൊണ്ട് തന്നെ ഈ ഒരു പാണ്ഡിമേളത്തിന് ഏറെ വലിയ ശ്രവ്യാനുഭൂതിയാണ് ഉണ്ടാവുക. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സിംഫണി ആയിട്ടാണ് ഈ ഇലഞ്ഞിത്തറ മേളത്തെ കണക്കാക്കുന്നത്. 200-ലധികം കലാകാരന്മാർ ഒരേ മനസ്സോടെ, ഒരേ താളത്തിൽ, ഒരേ വേഗത്തിൽ ഈ പാണ്ഡിമേളം അവതരിപ്പിക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ കാത്തിരിക്കുന്നവരെ അല്ലെങ്കിൽ ആസ്വാദകരെയൊക്കെ ആസ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു പെരുമഴ പെയ്തു തോരുന്ന പോലെയാകും ഇലഞ്ഞിത്തറമേളം അവസാനിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അതിനെ ആസ്വദിക്കുക. അതോടൊപ്പം തന്നെ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവും ഇതേ സമയം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ പഞ്ചവാദ്യമാണ്, ഇവിടെ പാണ്ഡിമേളമാണെങ്കിൽ പഞ്ചവാദ്യമാണ് തിരുവമ്പാടിയുടെ. അതും ആസ്വാദകരെ സംബന്ധിച്ച് ഏത് വേണം എന്ന കാര്യത്തിൽ ഒരു സംശയം എപ്പോഴും ഉണ്ടാകും. പാണ്ഡിമേളം, ഇലഞ്ഞിത്തറമേളം കേൾക്കണോ അതോ പഞ്ചവാദ്യം ആസ്വദിക്കണോ? അങ്ങനെ ഈ ഒരു ഉച്ച സമയം, പൂരത്തിന്റെ മധ്യാഹ്നം വാദ്യഘോഷങ്ങളുടെ, മേളങ്ങളുടേതാണ്. തുടർന്ന് തിരുവമ്പാടി ഭഗവതി 4:30-ഓടെ വടക്കുംനാഥ ക്ഷേത്ര മതിൽക്കകത്ത് എത്തുന്നു. അതേസമയം പാറമേക്കാവിലമ്മ വടക്കുംനാഥനെ വണങ്ങി തെക്കോട്ട് ഇറങ്ങുന്നു. തുടർന്ന് 5 മണിയോടെ തെക്കോട്ടിറക്കം കഴിഞ്ഞാൽ ഇരു ദേവതമാരും മുഖാമുഖം കാണുന്ന ചടങ്ങാണ്. ദൈവിക ദർബാർ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. 2 ദേവതമാരും മുഖാമുഖം കണ്ട് പരസ്പരം അഭിവാദ്യം ചെയ്യുന്നു എന്നാണ് സങ്കല്പം. ആ സമയത്താണ് കാത്തിരിക്കുന്ന കുടമാറ്റവും നടക്കുക. കുടമാറ്റം സാധാരണ മുൻപത്തേക്കാട്ടിലൊക്കെ ഏറെ വൈകിയാണ് സമാപിക്കുക. കാരണം സ്പെഷ്യൽ കുടകളൊക്കെ ഒരുപാട് ഇരുവിഭാഗങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടാവും. അത് LED കുടകളും വിവിധ നിറത്തിലും വെളിച്ചത്തിലുള്ള കുടകളൊക്കെ ആയിരിക്കും. അതിനൊക്കെ അല്പം ഇരുട്ട് വീണാൽ മാത്രമേ അതിന്റെ ഭംഗി പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ 6 മണിയോടെ കുടമാറ്റം ആരംഭിച്ചാൽ അതൊരു പക്ഷെ 7:30-യോടെ 8 മണിയോടെ ഒക്കെ ആയിരിക്കും സമാപിക്കുക.
എന്തെല്ലാം സസ്പെൻസുകളാണ്, രഹസ്യങ്ങളാണ് ഇത്തവണ ഈ കുടമാറ്റത്തിൽ ഇരു വിഭാഗങ്ങളും പരസ്പരം മത്സരിക്കുവാൻ വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകം ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഈ കുടമാറ്റം സാധാരണഗതിയിൽ കഴിഞ്ഞ തവണയൊക്കെ ചെറിയ വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു രാഷ്ട്രീയ ജാതി മത ഭേദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നും പാടില്ല എന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ദേവസ്വങ്ങളും അത് അംഗീകരിച്ചതാണ്. പക്ഷേ രഹസ്യങ്ങളുള്ള, നമ്മൾ സാധാരണ കാണാത്ത രീതിയിലുള്ള കുടകളൊക്കെ അതിൽ പലതും രൂപങ്ങളായിട്ടായിരിക്കാം, ദേവീദേവന്മാരുടെ രൂപങ്ങളായിട്ടായിരിക്കാം, പലതും പല നിറത്തിലുള്ള പല തരത്തിലുള്ള കുടകളായിട്ടായിരിക്കാം. അങ്ങനെ വിവിധ തരത്തിലുള്ള കുടകൾ പരസ്പരം മാറ്റി ഇരു വിഭാഗങ്ങളും മത്സരിക്കുമ്പോൾ ആ തെക്കേ ഗോപുര നടയിൽ തടിച്ചുകൂടിയ ജനസാഗരം അക്ഷരാർത്ഥത്തിൽ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തുമെന്ന് നമ്മൾ കാലങ്ങളായി കണ്ടറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ നമുക്ക് വാദ്യമേളങ്ങളും വാദ്യഘോഷങ്ങളും അതിനുശേഷമുള്ള ഈ നിറങ്ങളുടെ വലിയ കൈമാറ്റവും ഒക്കെ കാണാനുള്ളതാണ്. എന്നാണെങ്കിലും തൃശൂർ പൂരം ഇതുവരേക്കും വളരെ ഭംഗിയായിട്ട് തന്നെ പുരോഗമിക്കുകയാണ്. ഘടകപുരങ്ങളുടെ എഴുന്നള്ളത്ത് കഴിയുമ്പോൾ ഇന്ന് രാവിലെ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ തെച്ചിക്കൂട്ട് ഗോരാമേന്ദ്രന്റെ എഴുന്നള്ളത്ത് തന്നെയായിരുന്നു ഉച്ചവരെയുള്ള ഘടകപുരങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായത്. രാമചന്ദ്രനെ കാണുവാൻ തെക്കേ നട ഇറങ്ങി രാമൻ പുറത്തിറങ്ങുന്നത് കാണുവാൻ ജനസാഗരമായിരുന്നു തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പ് തടിച്ചുകൂടിയിരുന്നത്. അവരെയൊക്കെ ആവേശത്തിലാക്കി 10 മണിക്ക് ശേഷമാണ് രാമൻ പുറത്തിറങ്ങിയത്. മുൻപ് പൂരത്തിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് രാമൻ തെക്കേ നട തുറന്നിറങ്ങുന്നത് കാണുവാൻ തടിച്ചുകൂടിയ അതേപോലെ തന്നെ ഇന്നും രാമനെ കാണുവാൻ വലിയ ഒരു തോതിൽ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. അത്തരത്തിൽ വളരെ സംഘാടകരെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു പൂരമായി ഇന്നത്തെ തൃശൂർ പൂരം പുരോഗമിക്കുകയാണ്. നമുക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ വാദ്യമേളങ്ങളും നിറങ്ങളുടെ ആ കൈമാറ്റവും എല്ലാം കാണാം. പൂരം മുറുകുകയാണ് തൃശൂരിൽ. ആര്യ. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ പുരാവേശം കൊട്ടിക്കയറുകയാണ്. തേക്കിൻകാട് മൈതാനവും സ്വരാജ് റൗണ്ടും വടക്കുംനാഥ സന്നദ്ധിയുമെല്ലാം പുരാവേശത്തിൽ അലിഞ്ഞിരിക്കുകയാണ്. നമുക്കും ആസ്വദിക്കാം ആ മേളപ്പെരുക്കം. തത്സമയത്തിലേക്ക്